ക്ലാസ്സിലേക്ക് എന്റെ മക്കൾക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്തിനാന്നറിയോ? ദാരാ ക്രിസ്തുമസ് അപ്പൂപ്പൻ, സാന്താക്ലോസ് അല്ലേ? കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഈ പെട്ടിക്കുള്ളിലൊക്കെ? എന്തായിരിക്കും ഈ പെട്ടിക്കുള്ളില്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? എന്തായിരിക്കും ഊഹം ഉണ്ടോ? എന്തായിരിക്കും? ഒരുപാട് ക്രിസ്തുമസ് സമ്മാനങ്ങളും പിന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ആയിരിക്കും. പരീക്ഷയല്ലേ? പരീക്ഷയ്ക്ക് ഇനി അധികം നാളൊന്നുമില്ല. അപ്പൊ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ഒരുങ്ങും മുൻപ് നമ്മള് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളുണ്ട് അല്ലെ? നമ്മൾ ചില പാഠങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത്? ഏതൊക്കെ പാഠങ്ങളാണ്? നമ്മുടെ അണ്ണാറക്കണ്ണന്റെയും ആനമൂപ്പന്റെയും കഥയുണ്ട്. അതുപോലെ ഞാനാണ് താരമൊക്കെ ഉണ്ട് അല്ലെ? അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലേ? എല്ലാം പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഏകദേശം ഒരു മോഡലിലെ ടീച്ചർ ഒരു ചോദ്യം തരാം. അപ്പൊ നമ്മളെ പാഠം ഏതാണ്? ആനമൂപ്പനും അണ്ണാറക്കണ്ണനും. അതിൽ കാട്, പരിസ്ഥിതി അതൊക്കെ വരുന്നുണ്ട് അല്ലേ? കാടിനെ നശിപ്പിക്കാതിരിക്കാനുള്ളതൊക്കെ. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ടീച്ചർ തരികയാണേ. നോക്കൂ. പരിസര മലിനീകരണം, പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കൽ എന്നിവയ്ക്കെതിരെ സമൂഹത്തെ, നമ്മളെ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം? ബോധവൽക്കരിക്കണം. അതായത് ഇവിടെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബോധവൽക്കരിക്കണം. അതിന് പറ്റിയ കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഉചിതമായ തലക്കെട്ടും. ഇവിടെ ഒരു കുട്ടി, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഒരു കുട്ടി ഒരു ബോർഡും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോർഡും പിടിച്ച് പരീക്ഷയ്ക്ക് വന്നത് തന്നെയായിരുന്നു. ഈ ബോർഡിൽ എന്തൊക്കെയാ എഴുതേണ്ടത് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം. ഇത് നോക്കൂ. ആരോഗ്യം, സമ്പത്ത്. നമുക്ക് എഴുതിക്കൂടെ? നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അല്ലേ? ആരോഗ്യം, സമ്പത്ത്. അപ്പൊ ശുചിത്വം പാലിക്കൂ, രോഗങ്ങൾ അകറ്റൂ എന്ന് നമുക്ക് എഴുതാം. ശുചിത്വം പാലിക്കൂ, രോഗങ്ങൾ അകറ്റൂ. ശുചിത്വം പാലിക്കൂ, രോഗങ്ങൾ അകറ്റൂ. അപ്പൊ ശുചിത്വം പാലിച്ചുകൊണ്ട് രോഗങ്ങൾ അകറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ തന്നെ നമുക്ക് സംരക്ഷിക്കണം അല്ലെ? ശുചിത്വം പാലിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് കൊതുകും ഈച്ചയും ഒന്നും വരാതിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ഇനി കാടിനെ കുറിച്ചാ പറയുന്നെങ്കിലോ, കാട് സംരക്ഷണത്തെ കുറിച്ചാണെങ്കില് കാട് നമ്മുടെ സമ്പത്ത് എന്നൊക്കെ എഴുതാം അല്ലേ? കാടില്ലെങ്കിൽ നാം ഇല്ല എന്ന് എഴുതാം. കാടിനെ കുറിച്ചും അങ്ങനെ വരും. ടീച്ചർ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇനിയും വരും. ഇതൊരു മാതൃക മാത്രമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് മക്കളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈവ് ക്ലാസ്സും കോണ്ടന്റ് വീഡിയോസും ഒക്കെ കാണണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ശ്രുതി ടീച്ചർ ഇപ്പൊ തൽക്കാലം പോവാണ്. ബൈ.